കള്ളു കുടിച്ചിട്ട് നിക്കുക. പോയി ചോദിക്ക്. ഞാനെന്തിനാ അവനോട് ചോദിക്കുന്നത്? എന്റെ സാധനം ഇരിക്കില്ലേ? അവൻ വേണമെങ്കിൽ എന്നോട് ചോദിക്കട്ടെ. കണ്ടില്ലേ മൊയ്തേ, ഓൺ ഇവിടെ ഇല്ല. ഇല്ലേ? അവൻ ഡൽഹിക്ക് പോയേക്ക. ഡൽഹിക്ക? പാത്ര കച്ചവടല്ലേ? അതെയാ? ആ, ഡൽഹിന്ന് കൊണ്ടുവരാ. ഇവിടെ വീടുകളിലൊക്കെ കൊടുക്ക, പീടികയിലൊക്കെ കൊടുക്ക. എന്ത് പാത്രം? ഗർഭപാത്രം. അത് ഇന്ത്യന്റെ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ചൈനയുടെ അല്ല. ഓനക്ക് കൊറേ കാലായില്ലേ അതിന്റെ പണി തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങടെ ഇതെന്നാ പറഞ്ഞ കല്യാണം? കല്യാണല്ല, വാർഷിക സമ്മേളനം. വാർഷികം? ക്ലബിന്റെ. അത് ശരി. അതിന് സംഭാവന വേണം. അതിന്റെ സംഭാവന? ശരി. എത്ര വെച്ച് കൊടുക്കണ്ട ആൾക്കാർക്ക്? എത്ര വെച്ചാ കൊടുക്കണേ? അല്ല, കൊടുക്കാനല്ല, നമ്മള് സംഭാവന നിങ്ങളടുത്ത് പിരിപ്പിക്കാൻ വന്നാണ്. അവിടെ രണ്ടാള് കേട്ടോ, രണ്ടാൾക്കുള്ളത് മാത്രം കൊണ്ടുവന്നാ മതി. സിനു, ഇന്ന് മുതൽ ജിമ്മ് പോവാണ്. ഓയിലുള്ള സാധനം വേണ്ട, വറുത്തവും പൊരിച്ചും വേണ്ട, രാത്രി ചോറും വേണ്ട. രാവിലത്തേക്ക് 3 കോഴിമുട്ടന്റെ വൈറ്റ്, കുറച്ച് ഓട്സ് കഞ്ഞി, വേറെ ഒരു സാധനം വേണ്ട. ഇന്ന് ഇവിടെ എന്താ ഉണ്ടാക്കിക്കണേ? നല്ല നെയ്പത്തലും ബീഫും. ജിമ്മിന് നാളെ മുതൽ പോവല്ലേ. കുഞ്ഞാറ്റെ, ഇതല്ലേ നീ പറഞ്ഞ ഫോണ് അല്ലേ? അമ്മേ, അച്ഛന് കുടിച്ചിട്ടാ വന്നേ. ഇതല്ലേ നീ പറഞ്ഞ ഫോണ്? കല്യാണത്തിന് മുമ്പ് മഹാപോക്രിയായിരുന്നു ഞാൻ ഗുണ്ടായിരുന്നു. എന്റെ നാട്ടുകാരുടെ പേര് വിളിക്കുവായിരുന്നു, അറിയാതെ നിനക്ക്? ദീപ്പൊരി രാജൻ. ഇപ്പ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചിട്ട് പോണം. ഇനി ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കില്ല. എന്താ കാര്യം? ഇവര് നമ്മളെ പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചാണ്. ഇപ്പ ഇവർക്ക് പട്ടു ഇവരൊന്നുമില്ല. അതിനിപ്പോ എന്താ അവിടെ ഉണ്ടായത്? ഇവര് സ്കൂളിലൊന്നും പോയിട്ടില്ല എന്നാ തോന്നുന്നത്. ഇവർക്ക് സമയം നോക്കാനും കൂടി അറിയില്ലപ്പ. എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് ഉറങ്ങി കിടക്കണ എന്നെ വിളിച്ചെടുത്തിട്ട് സമയം എന്തായിന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ്. സമയം നോക്കാനും കൂടി അറിയാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ഇപ്പ? അമ്മ, പെണ്ണിന്റെ വീട്ടുകാരെന്താ പറഞ്ഞേ? അവർക്ക് ചെക്കൻ ഇഷ്ടായില്ല. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? ചെക്കനിപ്പ ഞങ്ങൾക്കും ഇഷ്ടല്ല എന്ന് വിചാരിച്ച് വീടിന്റെ പുറത്താക്കാൻ പറ്റുമോ? ചേച്ചി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് പൊട്ട് തൊടുന്ന സമയത്ത് ഒരു കറുപ്പ് വര, അടിയിലൊരു വെള്ളക്കുത്ത്, അങ്ങനത്തെ ഒരു നല്ല പൊട്ടിട്ടണം, പള്ളിക്കാട്ടം പോലത്തെ. ഒന്നെനിക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാരാകുമ്പോൾ 2 തന്നു എന്നൊക്കെ വരും. അതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ച് എനിക്ക് നിങ്ങൾക്ക് സ്നേഹമില്ലാന്ന്? നിങ്ങൾ സ്നേഹിക്കണതിന്റെ 1000 ഇരട്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കണം. ഹലോ ബേബി, ഹാപ്പി വാലന്റൈൻ ഡേ. അല്ല, ഹാപ്പി വെൽറ്റൈൻ ഡേ. അല്ല, സോറി, ഹാപ്പി വിറ്റാമിൻ ഡേ. ഒരു മിനിറ്റ്. ഹാപ്പി വാലന്റൈൻസ് ഡേ, ഹാപ്പി വാലന്റൈൻസ് ഡേ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, വാലന്റൈൻസ് ഡേ. ഹലോ ബേബി, ഹാപ്പി ഇനി അമേരിക്കക്ക് പോകുമ്പോ ഇനിയും കൂടി കൊണ്ടുപോകും. അപ്പൊ എജ്ജല്ലേ എപ്പോഴും പറയല് അവിടെ കിട്ടുന്ന സാധനങ്ങൾ എന്തിനാ ഇവിടുന്ന് കെട്ടി വലിച്ചോണ്ട് പോണെന്ന്?